നല്ല നക്ഷത്രം ചീത്ത നക്ഷത്രം അങ്ങനെയൊന്നുമില്ല നമുക്ക്. നമ്മൾ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കർമ്മയുണ്ട്, അത് കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ ആ റൂട്ടിലെത്തും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഇപ്പോൾ ഏകദേശം ഒരു 10,000 പേര് ഈ വീഡിയോ കാണുമായിരിക്കും. ഈ 10,000 പേരിൽ എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളുടെ ജീവിതം ട്രാക്കിൽ പോകാനുള്ള വഴി എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിത്രാത്മജനാണ്. എല്ലാവർക്കും അറിയാം M3 അല്ലേ, അത് എല്ലാ ജനങ്ങളിലേക്ക് എത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പം മിത്ര ആസ്ട്രോ അക്കാഡമി എന്നൊരു അക്കാഡമി തുടങ്ങി. അതൊക്കെ നമ്മുടെ ചാനലിൽ വന്നതിന് ശേഷം ഏകദേശം 3 വർഷമായി നമ്മൾ കണ്ടുമുട്ടിയിട്ടും പരിചയപ്പെട്ടിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ആസ്ട്രോ അക്കാഡമി അതിനുശേഷം തുടങ്ങണം എന്നുള്ള പ്ലാനിങ്ങിലേക്ക് വന്നു. അതിപ്പം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു സംരംഭമായി മാറി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, താങ്കൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ വളരെ സാമർഥ്യമുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ആസ്ട്രോളജി കൊണ്ടുപോകുന്നു. നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ ഉണ്ടായി M3 പറ്റി, സൂര്യ സിദ്ധാന്തം അല്ലേ. അപ്പം അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ ഓരോരുത്തരുടെ ജാതകം ഡീകോഡ് ചെയ്യുന്നു, ആത്മാവിനെ ഡീകോഡ് ചെയ്യുന്നു, പല പ്രശസ്ത വ്യക്തികളെ ഡീകോഡ് ചെയ്യുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ ആസ്ട്രോ അക്കാഡമി, എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അതുതന്നെ ചേച്ചിയോടും നമ്മുടെ ചാനലിനോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം സൗദി അറേബ്യയിലിരിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് തന്നെ ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 3 വർഷം മുമ്പ് ഇവിടെ എത്തിപ്പെടുന്നത്. പക്ഷെ അന്നത്തെ വീഡിയോ ഒരുപാട് വിമർശനങ്ങളൊക്കെയാണ് വന്നത്. കാരണം പുതിയൊരു സിസ്റ്റം, പുതിയ സിദ്ധാന്തം എന്നൊക്കെ പറയുമ്പോൾ നല്ല കമന്റ്സും വന്നു. പിന്നെ എല്ലാത്തിലും വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട്. അപ്പോൾ ഒത്തിരി പേര് വന്ന് അപ്പോയിൻമെന്റ് എടുത്ത കമന്റ്സ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അന്ന് കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്നേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഒതുങ്ങി വരുന്നത് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ മിത്ര ആസ്ട്രോ അക്കാദമി രജിസ്റ്റർ ചെയ്തു. അതിന് തൃശ്ശൂർ നമ്മളുടെ KSRTCയുടെ അടുത്ത് നെഹദി കുഴിമന്ദിയുടെ തൊട്ടിപ്പുറത്ത് രോഹിണി പ്ലാസ എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ ആ വനിതാ ഹോട്ടലിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആസ്ട്രോളജിക്ക് വേണ്ടിയിട്ട് ഒരു ഓഫീസ് ഓപ്പൺ ചെയ്തു. രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഈ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം അബുദാബിയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു നമ്മുടെ ഓഫീസ്. പിന്നെ ചെന്നൈയിൽ നമ്മൾ മനുഷ്യേട്ടൻ്റെ ഒക്കെ സമീപിച്ചിട്ടുണ്ട്, അവർ ചെന്നൈയിൽ ഓഫീസ് ഓപ്പൺ പോകുന്നു. മലപ്പുറത്ത് ഓഫീസ് ഓപ്പൺ ആക്കാൻ പോകുന്നു. എറണാകുളത്ത് ഓഫീസ് ഓപ്പൺ ആക്കാൻ പോകുന്നു. കോഴിക്കോട് ആൻഡ് വയനാട്. ഇവിടെ എല്ലാം അല്ല വരുന്നുണ്ട്, ആള് റെഡി ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിൽ പോകണല്ലോ. ഒരു ദിവസം പാലക്കാടാണെങ്കിൽ പാലക്കാട് ഓപ്പൺ ആക്കുന്നുണ്ട്, ഒരു ദിവസം പാലക്കാട്, ഒരു ദിവസം വയനാട്, ഒരു ദിവസം കോഴിക്കോട്, ഒരു ദിവസം തൃശ്ശൂർ, ഒരു ദിവസം എറണാകുളം, അങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ചെയ്യുന്ന കാര്യം പഠിപ്പിക്കുകയാണ് മെയിനായിട്ട്. അവിടെ പഠനമുണ്ട്, നോക്കും, വാസ്തു നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുഹൂർത്തം നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജാതകം നോക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ ഓഫീസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ എറണാകുളത്ത് എല്ലാവർക്കും ഓഫീസിലേക്ക് വരാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ഫോം വിളിച്ച് ബുക്ക് ചെയ്താൽ മാത്രം മതി, ഓൺലൈനായിട്ട് കൊടുക്കും. അതും പോരാണ്ട് ഇപ്പോൾ 600ഓളം കുട്ടികളാണ്, അതായത് 300 സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയതിൽ നിന്ന് നമുക്കൊരു 15 പേരോളം നമുക്ക് കിട്ടി. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ അവസാനിക്കാറായി. അതിൽ നിന്ന് നമ്മളൊരു 20ഓളം പേരെ വീണ്ടും കേരളത്തിന് നമ്മൾ സംഭാവന ചെയ്യും. അതിനുശേഷം ഇപ്പോൾ ഒരു പുതിയൊരു ബാച്ച് കൂടി ആരംഭിക്കാൻ പോകുന്നു. നല്ല കാര്യം, വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നിപ്പോൾ കേരളത്തിൽ പല ജില്ലകളിലും, എല്ലാ ജില്ലകളിലും നമ്മൾ ഇതിൻ്റെ ഓഫീസിൽ ആരംഭിക്കാൻ പോവാണ്. പിന്നെ M3 എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഒരു ബ്രാൻഡ് വെച്ചിട്ടുണ്ട്, ഒരു ബ്രാൻഡ് വേണം നമുക്ക്. അപ്പോൾ ആ ബ്രാൻഡിന് വേണ്ടി അത് ചെയ്തു. ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. അത് ഈ അലക്സഞ്ജന വ്ളോഗ്സിൽ വന്നതുകൊണ്ടുണ്ടായ ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇവിടെ നിന്നുണ്ടായ ഒരുപാട് ആളുകൾ ഇപ്പോഴും അപ്പോയിൻമെന്റ് എടുക്കുന്നത് അലക്സഞ്ജന വ്ളോഗ്സിൽ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും അപ്പോയിൻമെന്റിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു വർഷത്തേക്ക് അപ്പോയിൻമെന്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാര്യം, ഒരുപാട് അപ്പോയിൻമെന്റ് വരുന്നുണ്ട്. ഒത്തിരി പേര് സിനിമ നടന്മാരാണ്, ഏറ്റവും കൂടുതൽ സിനിമ നടന്മാരും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകളും അതിന് പോലീസുകാർ, അങ്ങനെ വലിയ ആളുകളാണ് വരുന്നത്. 5000 അപ്പോയിൻമെന്റ് തികച്ചു. ഇപ്പൊ 5000 അപ്പോയിൻമെന്റ് കഴിഞ്ഞു. ഇപ്പൊ പറഞ്ഞില്ല ഒരു 10-15 പേരെ എടുത്തു. അപ്പം അവര് സ്വയമേവ, അതായത് ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കണം എന്ന് താല്പര്യപ്പെട്ട് അങ്ങനെ തീർച്ചയായിട്ടും 100% അവർ നമ്മുടെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടപ്പെട്ട് അവരുടെ ലൈഫ് നോക്കി അവരുടെ ലൈഫിൽ മാറ്റം വരുത്തി അവരിനി മരണം വരെ നമ്മുടെ ഈ തിയറിയുമായി ബന്ധപ്പെട്ടുണ്ടാവും. അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല, ഉറപ്പാണ്. അപ്പൊ അവര് മുഖാന്തരമാണ് ഓരോ ജില്ലയിലും നമ്മളിപ്പോൾ ഒരു ക്ലയന്റ് ആയിട്ട് നമ്മളിപ്പോൾ അവരെ വിളിക്കുമ്പോൾ, ഇപ്പോൾ ആസ്ട്രോ അക്കാഡമിയിൽ വിളിക്കുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാമോ ഇന്നയാൾ നമ്മുടെ ജാതകം നോക്കണം? തീർച്ചയായിട്ടും എന്റെ ചാനലിൽ ഇപ്പോൾ ഞാൻ ശിഷ്യന്മാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് അവർ പറയാറുണ്ട്, ക്ലയൻസ് പറയാറുണ്ട്, എനിക്ക് മാലിന്യ ചേച്ചിനെ മതി, അല്ലെങ്കിൽ രഞ്ജിത്തിനെ മതി, അങ്ങനെ ഓരോരുത്തരുടെ അപ്പോയിൻമെന്റ് മതി എന്ന് പറയാറുണ്ട്. എന്നെ ആവശ്യപ്പെടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. എന്നാലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ 3 to 4 ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ 1 മണിക്കൂർ ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെയായിട്ട്.
പക്ഷെ ബാക്കി എല്ലാവരും അപ്പോയിൻമെന്റ്സ് അവിടെ ഫുള്ളും നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ തൃശ്ശൂർ വരികയാണെങ്കിൽ ഓഫീസിൽ വന്ന് നിൽക്കുള്ളൂ, ഫുൾ ടൈം എൻഗേജർ ആയിരിക്കും. എപ്പോഴും ഓരോരുത്തരും ഓൺലൈനായിട്ട് അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു 3 സ്റ്റാഫുകൾ അവിടെ കമ്പൾസറി ഉണ്ട് അപ്പോയിൻമെന്റിന്. പിന്നെ സ്റ്റുഡൻസ് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ലോകത്ത് ആദ്യമായിട്ട് നമ്മൾ 10 ദിവസം കൊണ്ട് ആസ്ട്രോളജിയുടെ ബേസ് പഠിപ്പിച്ചിരുന്ന കോഴ്സും ഡയറക്റ്റ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയും പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ അപ്പം താങ്കൾക്ക് ഉള്ള അത്രയും അറിവ് തന്നെ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും താങ്കളെ ലെവലിലേക്ക് എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് എന്നേക്കാൾ കൂടുതൽ എന്റെ ശിഷ്യന്മാരെ ഇഷ്ടപ്പെടുന്ന ആളെ എത്തി തുടങ്ങി. അതായത് എന്നെ മിത്രന്റെ അപ്പോയിന്റ്മെന്റ് വേണ്ട, എനിക്ക് മാലിന്യ ചേച്ചിയുടെ മതി, അല്ലെങ്കിൽ ഇന്ന ആളുടെ മതി എന്ന് പറഞ്ഞിട്ട്, കാരണം എന്നെ കിട്ടാനും ബുദ്ധിമുട്ടാന്ന് അവർക്കറിയാം. അപ്പോൾ എന്നേക്കാൾ ഉയരത്തിൽ എൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുവരിക എന്നാണ് പ്ലാൻ. അപ്പോൾ 2026 മുതൽ നമ്മൾ ഓരോ ജില്ലകളിലും ഇതിന്റെ കുട്ടി ഓഫീസുകൾ ആരംഭിക്കാൻ പോവാണ്. കാരണം ഒരുപാട് പേർക്ക് നല്ലത് വരട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ 5000 അപ്പോയിന്റ്മെന്റ് ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 5000 അപ്പോയിന്റ്മെന്റ് തികച്ചു. 5000 എണ്ണം കഴിഞ്ഞു. ഇനിയും എടുക്കുകയാണ് 1000 എണ്ണം ബാക്കി എടുക്കാൻ വേണ്ടി ഒരു വർഷത്തേക്ക്. ഇനി ആസ്ട്രോ അക്കാഡമി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം അല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം ഇത്ര നാൾ നോക്കിയ ക്ലയൻസിൽ വെച്ചിട്ട് ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ലൈവായിട്ട് ചെയ്യുന്നതുകൊണ്ട് കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്രശസ്തരായ പല വ്യക്തികളും ഡീകോഡ് ചെയ്യുന്നു. അപ്പം കൊല്ലം തുളസിയുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകം ഡീകോഡ് ചെയ്യുന്നു. അപ്പോൾ ഇവരൊക്കെ എന്താണ് താങ്കളോട് പറഞ്ഞിട്ടുള്ളത്? അതിപ്പം ഇങ്ങനെ താങ്കളോട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചവരുണ്ടല്ലോ, സിനിമാക്കാരാണെങ്കിലും അവർക്കൊക്കെ ബേസിക് ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ്, പിന്നെ അവർ എങ്ങനെയാണ് അവർക്ക് ആ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ അംബാനിയുടെ മകനാലും ശരി, നമുക്കായാലും ശരി, എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണോ പോകുന്നത് ആ ട്രാക്കിൽ തന്നെയാണ് സൊല്യൂഷൻ ഉള്ളത്. നമ്മുടെ പ്രശ്നം എന്താണോ അവിടെ തന്നെയാണ് സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ അവരുടെ ജീവിത രീതി കണ്ടുപിടിച്ച് ആ ട്രാക്കിലൂടെ പോയിട്ട് ഇതെന്നല്ല, ഈ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കും, ഇങ്ങനെ പോകാണ്ട് ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക, ഈ ഒരു ട്രാക്ക് മാറ്റി, അല്ലെങ്കിൽ വൈഫിനോട് പെരുമാറുന്ന രീതി മാറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നവർക്ക് സഹായം ചെയ്യുന്ന ആ ട്രാക്ക് മാറ്റുമ്പോഴാണ് ഇവരുടെ ലൈഫിൽ മാറ്റം വരുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കൊല്ലം തുളസിയെ പോലുള്ള ആളുകൾ, ഇതുപോലെ വലിയ ആളുകൾ, അങ്ങനെ പേര് പറയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ, ശരിക്കും അത് പറയാൻ പാടില്ല. പക്ഷെ അവര് അല്ല, കൊല്ലം തുളസി സാറ് വന്നിട്ടും അദ്ദേഹത്തിന്റെ വീഡിയോ ഡീകോഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഭദ്രമായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് പുറത്തുവിടാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് പുറത്ത് അവരുടെ അനുവാദമില്ലാതെ ഒരിക്കലും പുറത്ത്, ഈ ഫേമസ് ആയ യൂട്യൂബേഴ്സ്, സിനിമാ നടന്മാർ, അങ്ങനെ പല ആളുകളുണ്ട്. പക്ഷെ അവർ പറയാണ്ട് നമ്മൾ ഒരിക്കലും അത് പുറത്തുവിടാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതെല്ലാം സേഫായിട്ട് എടുത്ത് വയ്ക്കും. എന്നിട്ട് നമ്മുടെ സ്റ്റുഡൻസ് വരുമ്പോൾ ഇവർക്ക് കാണിച്ചു കൊടുക്കും, ഇതാണ്ടോ ഇത് കൊല്ലം തുളസിയുടെ വീഡിയോ, ഇത് ഇന്നാളുടെ വീഡിയോ, ഇത് ഇന്നാളുടെ വീഡിയോ, ഇത് പോലീസുകാരൻ്റെ വീഡിയോ, ഇത് വക്കീലിൻ്റെ വീഡിയോ. എന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. പിന്നെ എൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ സെക്കൻഡ് ലെവൽ കോഴ്സ് എന്ന് പറയുന്നത്, ഞാൻ അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ ക്ലയന്റ് കാണാതെ എൻ്റെ പുറകിൽ അവരിക്കുന്നുണ്ടാവും. എന്നിട്ട് പെന്നും പേപ്പർ അവരിക്കും. അപ്പം ഞാൻ എങ്ങനെയാണോ ജാതകം പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ഒരു ട്രാക്ക് അവരെടുത്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പോവുക. ഇപ്പോൾ ഒരാൾ ഗോചാരം പിടിക്കും, ഓരോരുത്തർ ഓരോരോ കുലദൈവം പിടിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് അവരെ ഗ്രാസ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുലദൈവത്തിൻ്റെ വഴി പൊക്കോ, നിങ്ങൾ പൊരുത്തം നോക്കാൻ പൊക്കോ. അല്ലാതെ എന്നെ ഫോളോ ചെയ്യുമ്പോൾ എൻ്റെ തത്വം മാത്രമല്ല ഫോളോ ചെയ്യേണ്ടത്, അവരുടെ ഉള്ളിൽ ഒരു ഇൻബിൽട്ട് മെമ്മറി ഉണ്ടാവും. അത് കണക്ട് ചെയ്തിട്ട് ചിലർ പൊരുത്തത്തിലേക്ക് വിടും, ചിലർ കുലദൈവം കണ്ടുപിടിക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകും, ചിലർക്ക് ആത്മീയ കണക്ഷനിങ് ആ രീതിയിൽ വിടും, ചിലർക്ക് ഈ പറയുന്ന കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരും. അപ്പോൾ വളരെ ഹാപ്പിയാണ് ഇന്ന്. ഇനിയിപ്പോൾ ഏകദേശം 2 മാസത്തിനുള്ളിൽ ഏകദേശം ഒരു 10-50ഓളം സ്റ്റുഡൻസ്, പെർഫെക്റ്റ് സ്റ്റുഡൻസ്, 600ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ നമുക്കുണ്ട്. പക്ഷെ അവർ ടോപ്പ് സ്റ്റുഡൻസിന് ഒരു 50ഓളം വ്യക്തികളെ നമ്മൾ ഇറക്കി വിടാൻ പോവുകയാണ്. എന്താ സംഭവിക്കാന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് ജ്യോതിഷിമാരുടെ പ്രശ്നങ്ങളൊക്കെ വരേണ്ടി വരും. പക്ഷെ ഞാൻ അവരോടൊന്നും എതിരഭിപ്രായമൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ പുതിയൊരു സിസ്റ്റത്തെ കൊണ്ടുവരിക എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. വേറെ ലക്ഷ്യങ്ങളൊന്നും കൂടുതലില്ല. അല്ല, നമ്മൾ പൊതുവേ ചിന്തിക്കുന്നത് ഇപ്പം സിനിമാ മേഖലയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, നമ്മൾ പുറമേ നോക്കുമ്പം കാഴ്ചയിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അവർക്ക് ഫിനാൻഷ്യലി ഓക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് കുടുംബം നന്നായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് തൊഴിലുണ്ട്. നമ്മളിങ്ങനെയാണല്ലോ ചിന്തിക്കുക. അപ്പോൾ ഇവരൊക്കെ വിളിച്ചു അല്ലെങ്കിൽ അവരുടെ പ്രശ്നം നോക്കാൻ പറയുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിശയമാണ്. അങ്ങനെ എന്തായിരിക്കും അവരുടെ പ്രശ്നം? അതെന്താണ് അതിശയം എന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എൻ്റെ ടാബിനകത്ത് അതുണ്ട്, ആ വീഡിയോ സേഫ് ആയിട്ടുണ്ട്, ആ വീഡിയോ എൻ്റെ മുമ്പിൽ കണ്ടോളാൻ പറയും. അവർ പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്തായിരിക്കും? അതായത് ഈ ഇഷ്യൂസ് എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു സിനിമാ നടനെ സംബന്ധിച്ച് കുറച്ച് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ അവർക്ക് ഉയരാൻ പറ്റാതെ വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ നമ്മൾ പറയാറില്ലേ. ചില ആളുകളെ ദൈവം എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം കൊടുക്കും, 0-ൽ നിന്ന് വന്നിട്ട് എല്ലാം കൊടുക്കും, പണം കൊടുക്കും, കാർ കൊടുക്കും, സമ്പാദ്യം കൊടുക്കും, എല്ലാം കൊടുക്കും. എന്നിട്ട് സുപ്രഭാതത്തിൽ എല്ലാം തിരിച്ചെടുക്കും. എന്നിട്ട് ആ വേദനയോടെ എങ്ങനെ ജീവിക്കുക മരണം വരെ. അങ്ങനെയുള്ള ചില കാറ്റഗറി ആളുകളുണ്ട്. പിന്നെ സിനിമാടന്മാർക്ക് പല പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പണം ഉണ്ടായിരിക്കാം, കാറുണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, എല്ലാവരും വരുമ്പോൾ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും നിൽക്കും. പക്ഷേ അവരുടെ ഉള്ളിലൊരു സമാധാനക്കുറവ് ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു ലവ് ഫെയിലർ ആയിരിക്കാം, അല്ലെങ്കിൽ കിട്ടാതെ പോയൊരു സാധനം ആയിരിക്കാം, അല്ലെങ്കിൽ
അവർക്ക് എത്തിപ്പെടേണ്ട മേഖല വേറെ. സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും ആക്ടിങ് മാത്രമല്ല, അതിൽ പല പല മേഖലകളുണ്ട്. ചിലർക്ക് സംവിധാനം ആകാൻ പറ്റിയില്ല എന്നുള്ള വിഷമം. ചില ആളുകൾക്ക് മകൻ്റെ ഒരു ബിസിനസ് സ്ഥാപനം കൊണ്ട് നടത്താൻ ശ്രമിച്ച് അത് പൊളിഞ്ഞു പോയി ലോസ് വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരും ഓരോരോ കാറ്റഗറിയിലിരിക്കുന്നത്. പക്ഷെ അത് കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുക. ഒരു ആത്മസാക്ഷാത്കാരം നമ്മുടെ അടുത്ത് വന്നാൽ ഒരു സമാധാനം കിട്ടും. ഓക്കെ, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ കർമ്മം ഇങ്ങനെയാണ്, ഇങ്ങനെ പോയാൽ ഇങ്ങനെ, ഇങ്ങനെ പോയാൽ ഇങ്ങനെ, രണ്ട് വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ രണ്ട് വഴിയുടെ അതിൽ ഏത് തിരഞ്ഞെടുത്ത് ഏതിൽ പോയോ അത് അതുപോലെ തന്നെ സംഭവിക്കുക. ഇത് അതിലൊരു മാറ്റമില്ല. ഞാൻ പല വീഡിയോസിലും വേറെ പലരുടെ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളപ്പോൾ അതിൽ പറയുന്നുണ്ട്, നമ്മുടെ പാഷനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അതുണ്ടാവുമോ അത്രത്തോളം നിലനിർത്താമെന്ന്. അതിപ്പം മോഹൻലാൽ അദ്ദേഹം സംസാരിക്കുന്ന ഇതും കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്നത് വെച്ചാൽ 60 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ എത്രത്തോളം എനിക്ക് ഈ ഉള്ളിൽ ആ തീ നിൽക്കുന്നോ അത്രത്തോളം കാലം ഞാൻ അഭിനയിക്കും അല്ലെങ്കിൽ അഭിനയിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുപോലെയാണ് മറ്റു നടന്മാരും. പക്ഷെ അവർക്ക് ഈ തീ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്കത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ചിലപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ് അഭിനയിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവർ വിചാരിക്കുന്ന റോളുകൾ കിട്ടുന്നില്ല, അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം മറ്റൊരു സൈഡിൽ അവർ നോക്കുമ്പം ചിലർക്ക് വിജയം മാത്രം കാണുന്നു, മറ്റു ചിലർക്ക് ഈ വിചാരിക്കുന്ന ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അവർ സിനിമാ നടനായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലുള്ളവരായിരിക്കാം. അപ്പം പക്ഷെ അതെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഈ നാളിൻ്റെ ബലം കൊണ്ടാണോ? അതേ ഈ പറഞ്ഞ കർമ്മക്ഷേത്രം എന്നൊക്കെ പറയില്ലേ, അപ്പം ആ കർമ്മയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇന്ന കർമ്മം അല്ലെങ്കിൽ ഇന്ന നിലയിലാണ് നിൽക്കേണ്ടത്, എത്തിച്ചേരേണ്ടതെന്നൊക്കെ ഉള്ള ഓരോ വ്യവസ്ഥകളുണ്ട്. ചോദ്യം മനസ്സിലായി. അപ്പോൾ അതിന് ഉത്തരം ഞാൻ മോഹൻലാലിനും അല്ല, ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞത്. ഞാൻ ഇതിലെ റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ ഒരു തിയറിക്കാണ് പേരിട്ടാൻ തിയറി എന്ന് പറഞ്ഞിട്ട്. ആ തിയറി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ച നാടുണ്ടല്ലോ, ഈ നാടും നമ്മുടെ കുലദൈവവും അവിടുത്തെ നാട്ടിലെ ദേവത, പരദേവത എന്നൊക്കെ പറയുന്ന ആ നാട്ടിലെ ദേവത ഉണ്ടാവും, അല്ലെങ്കിൽ ഭഗവതിക ഉണ്ടാവും. ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അതിപ്പോൾ ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും ഏത് മതത്തിൽപ്പെട്ടവർക്കും അങ്ങനെ കണക്ഷൻ ഉണ്ട്. അവിടുത്തെ മുസ്ലിം പള്ളിയാണെങ്കിൽ മുസ്ലിം പള്ളിയായിട്ട് ബന്ധപ്പെട്ട്, ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ ക്രിസ്ത്യൻ ഇടവക പള്ളിയുമായി ബന്ധപ്പെട്ട്. നമ്മളൊരു ഭൂമിയിൽ നമ്മളൊരു നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ നാടിന് ഒരു കർമ്മയുണ്ട്, ആ സ്ഥലത്തിന്, ആ ഏരിയ, ആ ഗ്രാമത്തിന് ഒരു കർമ്മയുണ്ട്. ആ കർമ്മയിലാണ് നമ്മൾ ജനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുത്തൻ ഒരു അരി വ്യാപാരം നടത്താമെന്ന് ചോദിക്കുക, അരിക്കച്ചവടം. സോ ആ നാട്ടിൽ അദ്ദേഹത്തിന് അരിക്കച്ചവടം നടത്തുന്ന ചന്ദ്രൻ്റെ കർമ്മ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ചന്ദ്രകർമ്മ. ഈ ചന്ദ്രൻ്റെ കർമ്മ ഉള്ള ആൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് അരിക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം? ഈ അരിക്കച്ചവടം ആ നാട്ടിൽ ചെയ്യണം. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പോഴെല്ലാം ഓൺലൈനൊക്കെ വന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അരി കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലുള്ള അരിക്കച്ചവടക്കാരുടെ അടുത്ത് 1-2 കടയുണ്ടാവും, അവിടെ തന്നെ കിട്ടുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് ഇതുണ്ട്. ഓൺലൈനായിട്ട് മേടിക്കാം, അല്ലെങ്കിൽ ബുക്ക് ചെയ്താൽ കൊണ്ടുവന്ന് തരും. അങ്ങനെ പല ഇതുണ്ട്. ചിലപ്പോൾ തൃശ്ശൂരുള്ളവൻ നമ്മുടെ കർണാടക പോയിട്ട് മേടിക്കും. അത് ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ തൃശ്ശൂരുള്ള ആൾ എന്ത് ചെയ്യും? തമിഴ്നാട്ടിൽ നിന്ന് പരിപ്പ് മേടിച്ചുകൊണ്ടിരും പോയിട്ട് വരുമ്പോൾ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുണ്ട്. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഗ്രാമം, നമ്മുടെ നാട് ഇന്നും അങ്ങനെ തന്നെയാണ്. ആ നാടിന് ഒരു കർമ്മയുണ്ട്. ആ കർമ്മം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ പേരും നമ്മുടെ നക്ഷത്രവും ആ നാടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. പണ്ടൊക്കെ ഈ നാടിന് ജാതകം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ? പശുവിന് ജാതകം ഉണ്ടായിരുന്നു, നാടിന് ജാതകം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാടുമായിട്ട് കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് കൊടുത്താൽ മാത്രം മതി. അത് കൊടുക്കലാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഗ്രാമം അല്ലെങ്കിൽ ആ നാട്ടിൽ എന്തിനാണ് പുള്ളി ജനിച്ചത്. പിന്നെ നാട് വിട്ട് പോകുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് നാട് വിട്ട് പോയി അവിടെ പോയി വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ചില ആളുടെ ജാതകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ആപ്ലിക്കേഷനിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതായത് ഈ വ്യക്തി വിദേശത്ത് പോയി പണമുണ്ടാക്കി ആ പണത്തിനെ നാട്ടിലെ അമ്പലത്തിന് കൊടിമരം കെട്ടാനും മതിൽ കെട്ടാനും അമ്പലത്തെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ കുലദേവ ക്ഷേത്രം ഡെവലപ്പ് ചെയ്യാനുമാണ് അദ്ദേഹം പോയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. ചില ആൾ വിദേശത്ത് പോയിട്ട് അമേരിക്കയിലും യൂറോപ്പിലും UK-ലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ജാതകത്തിൽ അവിടെ നിന്നുള്ള പണത്തെ നാട്ടിലയച്ച് നാട്ടിൽ സ്ഥലം മേടിക്കാനും ലാൻഡ് മേടിക്കാനും അവിടെ ഒരു സ്കൂൾ പണിയാനുള്ള കർമ്മമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ചില ആൾ ഇതേപോലെ ഓരോരുത്തർക്ക് ഓരോരോ രീതിയിലാണ് ലാൻഡ്, അതുപോലെ ഭൂമി, കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സ്കൂൾ ആരംഭിക്കുക, അദ്ദേഹത്തിൻ്റെ ഭാര്യ പാട്ട് ടീച്ചറാണെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ആരംഭിക്കുക. ഇങ്ങനെ ഓരോരോ കർമ്മ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ വിദേശത്ത് പോകുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ അവിടെ പോയി കിട്ടുന്ന പണം ആ നാടിന് എന്തോ ഒരു കർമ്മയുണ്ട്. അത് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരിക, അല്ലെങ്കിൽ വേറൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി ചോദിക്കുക, ഇങ്ങനെ സംഭവം ഉണ്ടോ, അതെന്താണെന്ന് പറഞ്ഞു തരാൻ പറയുക. അപ്പോൾ അവർ പറഞ്ഞുതരും. അത് ചെയ്താൽ ആ ജോലിയും പെർഫെക്റ്റ് ആയിരിക്കും, ഇവിടെയുള്ള ഫാമിലിയും പെർഫെക്റ്റ് ആയിരിക്കും. ഇത് രണ്ടും തമ്മിൽ പ്രശ്നം വരുമ്പോഴാണ് അങ്ങനെ ഫാമിലി പോവുക അല്ലെങ്കിൽ ജോലി പോവുക, ഈ പ്രോബ്ലംസ് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ നാഡി ജ്യോതിഷം എന്ന് പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഇടയ്ക്കൊക്കെ പലരും പോയിട്ട് ഓല എടുപ്പിക്കാൻ പോകുന്നു. പക്ഷേ ചിലരുടെ ഓല കിട്ടുന്നില്ല. അപൂർവം ചിലർക്ക് മാത്രം ചില സമയത്ത് അത് കൃത്യമായിട്ടൊരു ഓല കിട്ടി. അപ്പം പൂർവ്വ ജന്മത്തിൽ ഇന്നതായിരുന്നു, അല്ലെങ്കിൽ ഇന്നതായിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ജന്മത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതിൽ നിന്നൊരു മുക്തി ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ദോഷങ്ങളൊക്കെ തീരുകയുള്ളൂ എന്നൊക്കെ കേട്ട് അങ്ങനെ ഒരുപാട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം താങ്കളും കേട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആസ്ട്രോളജിയും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ സത്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും
ഞാൻ പറഞ്ഞല്ലോ, പണ്ട് പറഞ്ഞിട്ട് ഞാനൊരു നിരീശ്വരവാദി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുൻജന്മ കർമ്മനെ കുറിച്ച്, മുൻജന്മത്തെ കുറിച്ചൊക്കെ ഒരുപാട് ബുക്കുകളും ഗ്രന്ഥങ്ങളും എല്ലാം, അല്ലെങ്കിൽ ഒരുപാട് വിദേശികൾ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് തന്നെ ഒരുപാട് ബുക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിന് മുൻജന്മവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും മുൻജന്മം കണ്ടുപിടിച്ച് അത് തെളിവ് സഹിതം, പ്രൂഫ് സഹിതം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇൻ ഫ്യൂച്ചറിൽ അതും ഒരു റിസർച്ചാണ് നമ്മളുടെ. ഇപ്പോൾ എന്റെ മുൻജന്മവും കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. ഓരോരുത്തരും മുൻജന്മം കണ്ടിട്ടുണ്ടോ നേരത്തെ? ഇല്ല 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 ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല, നോക്കാൻ പോയിട്ടില്ല. പക്ഷെ മുൻജന്മത്തിൽ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നാഡീജോഷം ഞാനും നോക്കാൻ പോയിട്ടുണ്ട്. നാഡീജോഷത്തിൽ എന്നെ പറഞ്ഞിട്ടില്ല, പക്ഷെ അല്ലാതെ തന്നെ എനിക്ക് പറഞ്ഞു. തീർച്ചയായിട്ടും D60 എന്ന് പറയുമ്പോൾ നമ്മുടെ ജാതകത്തിൽ D60 എന്ന സംഭവമുണ്ട്. വർഗ്ഗചക്രങ്ങൾ D60 അത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്രഹനില എവിടെ നിൽക്കുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ആ D60 നോക്കണം, രാശിയും നോക്കണം, രണ്ടിലും ഒരുമിച്ച് മാച്ച് ആവണം. കാരണം എന്താ വെച്ചാൽ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 20 സെക്കൻഡ് 30 സെക്കൻഡ് മാറിയാൽ D60 എന്ന് പറയുന്ന ആ കോളം മാറിപ്പോവും. അപ്പോൾ രണ്ടും കൂടി മാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന ആളാന്ന് പറയാൻ പറ്റും. പക്ഷേ ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാതും ഒരുവിധം പെർഫെക്റ്റ് ആണ്. കാരണം അവർ നാഡീജോഷം പോയി നോക്കിയപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റുഡൻസിന്റെ ജാതകം എടുത്തിട്ടാണല്ലോ നമ്മൾ റെഫർ ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻസിന്റെ അപ്പോൾ മുൻജന്മത്തെ കുറിച്ച് ക്ലാസ് വരുന്ന സമയത്ത് ഒരാളുടെ ജാതകം നമ്മൾ എടുക്കും. അവിടെ ആ ക്ലാസ്സിലുള്ള ഒരാളുടെ ജാതകം എടുത്തിട്ട് നമ്മൾ പറയും, നിങ്ങളുടെ മുൻജന്മം എങ്ങനെയായിരുന്നു, നിങ്ങൾ നാഡീജോഷം പോയി നോക്കിയിട്ടുള്ളവർ വരാൻ പറയും. അപ്പോൾ അവരുടെ മുൻജന്മം പറഞ്ഞു കൊടുക്കും, ഈ ഗ്രഹനില വെച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ പറയും, ശരിയാണ്, ഞാൻ നാഡീജോഷം പോയി നോക്കിയ സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ നാഡീജ്യോതിഷവും നമ്മുടെ ഈ തിയറി തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് അഗസ്ത്യവുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ നാഡീജ്യോതിഷത്തിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് നമ്മൾ കുട്ടികളെ, സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് ആയി, ഇനിയും ആയിക്കൊണ്ടിരിക്കുന്നു. കേരളം മുഴുവൻ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ആസ്ട്രോളജി എന്ന് പറയുമ്പോൾ നാളുകൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. 26 നക്ഷത്രങ്ങൾ. അപ്പം ഓരോ നക്ഷത്രങ്ങൾക്ക് കർമ്മക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ചില നാളുകൾ എപ്പോഴും ഒരു അതിനകത്ത് കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നത്, ഈ നക്ഷത്രത്തിൽ ജനിച്ചത് കഷ്ടമായിപ്പോയി, എന്നും പ്രശ്നം തന്നെ, പ്രശ്നം ഒഴിച്ചിട്ട് സമയമില്ല. അങ്ങനെ ചില നാളുകൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അത് ചില നാളുകൾക്കുള്ള പറഞ്ഞിട്ടുള്ളതാണോ, അതിലും നല്ല സംഭവിക്കുന്ന ആൾക്കാരും ഉണ്ടോ, അതോ ചില നാളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇനി അതിൽ ആ നാളിൽ ജനിച്ച് പോയതാണോ, ഈ പറയുന്ന മുൻജന്മ ദോഷം കൊണ്ട് ജനിച്ചു പോയതാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെന്താണ് മറുപടി കൊടുക്കുക? ഇതിനൊരു മറുപടി കൊടുത്ത പ്രശ്നവും. കാരണം എന്താ പറയുക, നല്ല നക്ഷത്രം ചീത്ത നക്ഷത്രം അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മൾ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കർമ്മയുണ്ട്. അത് കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ ആ റൂട്ടിലെത്തും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഇപ്പോൾ ഏകദേശം ഒരു 10,000 പേര് വീഡിയോ കാണുമായിരിക്കും. ഈ 10,000 പേരിൽ എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളുടെ ജീവിതം ട്രാക്കിൽ പോകാനുള്ള വഴി എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അത് പെർഫെക്റ്റ് ആയിരിക്കും. ആ വഴിയിലൂടെ പോയിട്ട് രക്ഷപ്പെടാൻ പറ്റാത്തവരാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് വരാം. കാരണം ഓരോ വ്യക്തികളുടെയും റൂട്ട് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് കൊടുത്തിട്ട് ആ റൂട്ടിലൂടെ പോയിട്ട് അവർക്ക് ആ സക്സസ് ഉണ്ടാക്കാൻ, അതായത് അവരുടെ സമാധാനം. സക്സസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, പണം ഉണ്ടാക്കുന്നതാണോ? ചിലർക്ക് പണം ഒരുപാട് ലക്ഷങ്ങളും കോടികളും ഒരാളുടെ കയ്യിലുണ്ടാവും. പക്ഷെ അതാണ് ആളുടെ സക്സസ് അല്ല. അയാൾക്ക് എന്താണ്, കോടികളും പണമല്ല, നല്ലൊരു ഭാര്യ ആയിരിക്കും, അല്ലെങ്കിൽ കോടികളും പണമല്ല, അച്ഛനമ്മയും കെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഓരോരുത്തർക്കും ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് വേറെയാണ്. ഇപ്പം എൻ്റെ ആത്മസാക്ഷാത്കാരം എന്താ, ഇതുപോലൊരു സംഭവം കൊണ്ടുവന്ന് ലോകത്തിന് നല്ലൊരു കാര്യം ചെയ്യുക. അതെൻ്റെ ഓരോരുത്തർക്കും, ചേച്ചിക്ക് അങ്ങനെ ആവില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വിട്ടാൽ എന്ത് സംഭവിക്കും? എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ട്രാക്കിലാണല്ലോ പോകുന്നത് എന്ന് ആത്മാ ഇവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ പറയും, നീ ടെൻഷൻ അടിക്കണ്ട, നിനക്ക് സന്തോഷം ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആത്മ നിർവൃതി എന്ന് പറയുന്ന ആത്മസാക്ഷാത്കാരം ആത്മാവ് ഇവന് കൊടുക്കും. ആ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഇവിടെ എല്ലാ ജനങ്ങളും മുഴുവൻ ഈ പണത്തിൻ്റെ പുറകിലെയും ഈ ലോട്ടടിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഓട്ടമെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ ആത്മസാക്ഷാത്കാരം എന്താണോ അവൻ്റെ കർമ്മ, അത് കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് പണമില്ലെങ്കിലും പ്രശ്നമില്ല, കല്യാണം കഴിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, അച്ഛനമ്മ മരിച്ചു പോലും കുഴപ്പമില്ല, എന്തായാലും അച്ഛനമ്മ മരിച്ചു പോലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് പോലും കുഴപ്പമില്ല, വിദേശത്ത് പോലും കുഴപ്പമില്ല. അപ്പോൾ അവൻ അവിടെ നിൽക്കുമ്പോൾ ഇതാണ് എൻ്റെ കർമ്മ, ഇതാണ് എൻ്റെ വിധി, ഇതാണ് എൻ്റെ ജീവിതം എന്ന് അവൻ എപ്പോൾ തിരിച്ചറിയുന്നുവോ അന്ന് മുതൽ അവന് ആത്മസാക്ഷാത്കാരം കിട്ടും. ഇത് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആസ്ട്രോളജിയെ കുറിച്ച് ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും ആളുടെ പറയാം, ഞാൻ ആസ്ട്രോളജിയെ കുറിച്ച് പറയുന്ന ഒരു കലയായിട്ട് പറയാം. ആസ്ട്രോളജി എന്ന് പറഞ്ഞ കലയാണ്. ഇപ്പോൾ ഒരു നല്ലൊരു പെൺകുട്ടി നന്നായിട്ടൊരു ഡാൻസ് കളിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? ഒരു സന്തോഷം, ഒരു നമ്മുടെ ഉള്ളിൽ സന്തോഷം തോന്നില്ലേ? സംതൃപ്തി. അതേപോലെ നല്ലൊരു കുട്ടി, ഒരു ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, ഒരു ചേച്ചിയോ ചേട്ടനോ ആരായിക്കോട്ടെ, മനസ്സിന് കുളിർമേക്കുന്ന നല്ലൊരു സംഗീതം നമ്മളത് ആസ്വദിക്കാൻ തയ്യാറാവും. റേഡിയോയിൽ കേൾക്കാം, എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നേരിട്ടത് ആസ്വദിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ആ കുട്ടിയുടെ പോയിട്ട് നമ്മൾ ഉമ്മയ്ക്കിടന്ന് കെട്ടുപിടിക്കണം അങ്ങനെയല്ല നമുക്ക് തോന്നാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ, അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ആ ഫ്രീക്വൻസിയും ആ കുട്ടി പാടുന്ന ഫ്രീക്വൻസി തമ്മിൽ എന്തോ ഒരു മാച്ചിങ് സംഭവിച്ച് നമുക്കൊരു സമാധാനം. ഒരാഴ്ച ചിലപ്പോൾ ആ പാട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ആ ഒരാഴ്ചത്തേക്ക് ആ ഒരൊറ്റ സംഗീതം മാത്രം
അവൻ്റെ ഉള്ളിൽ വന്നാൽ ആ ഒരാഴ്ച അവനെ സമാധാനം കിട്ടും. അതേപോലെയാണ് എൻ്റെ തിയറി. എൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ ഇതാണ് സുഹൃത്ത്, നിങ്ങളുടെ ഭാര്യ ഇങ്ങനെയാണ് സുഹൃത്ത്, നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയാണ് സുഹൃത്ത്, കുട്ടി ഇങ്ങനെയാണ് സുഹൃത്ത്, നിങ്ങൾ കുട്ടികൾക്ക് വയ്യാതെ ഇങ്ങനെ വരും, ഇത് ഈ മുൻജന്മ കർമ്മയാണ്, ഇങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് പറയുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്ക് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മുൻജന്മത്തിൽ കൊലപാതകം ചെയ്തു അല്ലെങ്കിൽ ഇന്ന പ്രശ്നം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഞാൻ അതുകൊണ്ടാണല്ലോ ഇത് മുഴുവൻ അനുഭവിക്കുന്നത് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം എടുക്കാം. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ലൈഫിൽ ഓരോന്നായിട്ട് വരുമ്പോൾ അവരതിനെ മനസ്സിലാക്കി ഓക്കെ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം, ഞാൻ ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ആസ്ട്രോളജി എന്ന് പറയുന്നത് എൻ്റെ തിയറി എന്ന് പറയുന്നത് ഒരു കലയാണ്. ഒരു ഡാൻസ് എങ്ങനെയാണോ ഒരു പാട്ട് എങ്ങനെയാണ്, ഇപ്പോൾ കല എങ്ങനെ പഠിക്കണം, ഒരുപാട് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ദക്ഷിണ വെച്ച് അത് പഠിക്കണമല്ലോ, അതേപോലെ തന്നെയാണ് എൻ്റെ തിയറി പഠിക്കുന്നത്. ഒരു കല കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത് അത് തന്നെയാണ് എനിക്കും അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് വേറെ എനിക്ക് മാജിക്കോ ഒരു മന്ത്രവാദോ ഒരു കൂടോത്രോ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കല ഒരു ഡാൻസ് കാണുന്ന ഡാൻസ് ഇഷ്ടമുള്ള ഒരാൾ നല്ലൊരാൾ ഡാൻസ് കളിക്കുമ്പോൾ എന്ത് ഫീലിംഗ് ആണോ അതേ ഫീലിംഗ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഡാൻസ് കളിക്കുമ്പോഴോ പാട്ട് പാടുമ്പോഴോ ഒരാഴ്ചയ്ക്ക് നമ്മുടെ ബ്രെയിനിൽ ആ സോങ്സ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടാവുള്ളൂ. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്ത് ജീവിതകാലം മുഴുവൻ ആ ഓർമ്മകളുണ്ടാവും ഞാൻ പറഞ്ഞു കൊടുത്തത്. അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യും, അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് അത് കാണുന്നതാണ് അവരുടെ മോട്ടിവേഷൻ. വീണ്ടും ആ വീഡിയോസ് വീണ്ടും കാണും തോറും അവർ ഓക്കെ ഇതാണ് കർമ്മ മറന്നു പോലോ ഇതാണ് കർമ്മ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവർ അതിലേക്ക് പോകാൻ തയ്യാറാവും. ഒരുപാട് പേർക്ക് സന്തോഷം കൊടുത്തിട്ടുണ്ട്. സന്തോഷം കിട്ടാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. ഇപ്പോൾ ഒരുപാട് ശിഷ്യന്മാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പം ഞാൻ ആസ്ട്രോളജി ഒന്നും പഠിക്കാത്തൊരു വ്യക്തിയാണ്. ഇപ്പം എനിക്ക് MDRE പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക്കായിട്ട് എന്തെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല, അറിയാതെ വരുന്നവർക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പം എനിക്ക് ഇപ്പം നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടില്ല, നമ്മുടെ ഈ കർമ്മയിൽ പറഞ്ഞിട്ടുള്ളതല്ല ആസ്ട്രോളജി എങ്കിൽ എന്നാലും നമുക്കത് പഠിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ അതെങ്ങനെ സയൻസ് എന്നുള്ള രീതിയിലാണ്? അതെ, സയൻസ് എന്ന രീതി. നമ്മൾ സ്കൂളിൽ ബയോളജി പഠിക്കുന്നുണ്ട്, പക്ഷേ അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്നുണ്ട് അല്ലേ, പീരിയോഡിക് ടേബിളും എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ബ്രെയിനിൽ അതുണ്ടോ? പക്ഷെ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ, A+B² നമ്മൾ പഠിക്കും. അല്ല, അതുകൊണ്ട് താല്പര്യം വേണം. പക്ഷെ എന്താണ് സംഭവം, നമ്മൾ ബയോളജി എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും ബയോളജി എടുത്തിട്ട് പോകുന്നില്ല. പക്ഷെ ആ ബയോളജി 10ാം ക്ലാസ് വരെ ബയോളജി പഠിച്ച അറിവ് നമുക്കില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ തിയറി പഠിച്ചത്. നമ്മുടെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഒരു SLC ബയോളജി സിസ്റ്റം എങ്ങനെയാണ് പഠിക്കുന്നത്, ഒരു കണക്ക് എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് സയൻസ് എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് പഠിക്കുന്നത്, അത് ജീവിതകാലം ഉപകരിക്കുന്നത് പോലെ നമ്മുടെ കൂടെ വന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ഉപകരിക്കും. ഇനി ഉപകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആരുണ്ടെങ്കിലും അത് ഉപകരിക്കുന്ന രീതിയിൽ അത് മാറ്റി കൊടുക്കും. നമ്മൾ തിരുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് മനസ്സിലാവാത്ത ആളുകൾക്ക്. അങ്ങനെ ഫസ്റ്റ് ബാച്ചിൽ ക്ലാസ് കഴിഞ്ഞു, അപ്പോൾ സെക്കൻഡ് ബാച്ച് തുടങ്ങി. അപ്പോൾ സെക്കൻഡ് ബാച്ചിൽ എടുക്കുന്ന വീഡിയോസ് മുഴുവൻ ഫസ്റ്റ് ബാച്ചിലും പോകും, പഠിക്കാൻ പറ്റാത്തവർക്ക് വീണ്ടും പോകും. ഇനിയിപ്പോൾ തേർഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ തേർഡ് ബാച്ചിൽ എടുക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ ഫസ്റ്റ് ബാച്ചിലും പോകും, സെക്കൻഡ് ബാച്ചിലും പോകും. അതായത് എൻ്റെ കൂടെ വന്ന ആളുകളെ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്നർത്ഥം. ജീവിതകാലം മുഴുവൻ അവർ എൻ്റെ കൂടെ ഉണ്ടാവും. നിങ്ങളും അങ്ങനെ തന്നെ, അങ്ങനെ ഇരുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന പൈസ ഇത് 10,000 രൂപയാണ്. കാരണം ഈ ഒരു എൻ്റെ ചാർജ്, അതായത് ചാർജ് എടുക്കുന്നത് 10,000 രൂപയാണ്. ഞാൻ അത് ഓപ്പണായിട്ട് ഇത് പഠിക്കാനായിട്ട് ഓപ്പണായിട്ട് ഞാൻ പറയുന്നത് ഉണ്ട്. കാരണം അത്ര റിസ്ക് നമുക്കുണ്ട്, അത്രയും റിസ്ക്കും അത്രയും പണത്തിൻ്റെയും സ്റ്റാഫുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മേടിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് 10 ദിവസം കോഴ്സായിട്ട് 10 ദിവസം കണ്ട് വേണമെങ്കിൽ തിരിച്ചു പോകാം. അപ്പോൾ 1000 രൂപ അടയ്ക്കുക, 10 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഇനി വേണമെങ്കിൽ പോവാം. എന്നിട്ട് വീണ്ടും 1000 രൂപ പറ്റുന്നില്ലെങ്കിൽ പോവാം, വീണ്ടും 1000 രൂപ അടയ്ക്കുക, 10 ദിവസം ക്ലാസ് കിട്ടും. എന്നിട്ട് അടുത്ത 10 ദിവസം ക്ലാസ്, എന്നിട്ട് അതിൽ നിർത്തി പോകണമെങ്കിൽ നിർത്തി പോവാം. അത് കഴിഞ്ഞ് വീണ്ടും 1000 രൂപ അടയ്ക്കുക, വീണ്ടും 10 ദിവസം ക്ലാസ് എടുക്കുക, 10 ദിവസം ക്ലാസ് എടുക്കുക, എന്നിട്ട് 30 ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ അല്ല, അങ്ങനല്ല. നമ്മളിപ്പോൾ ഈ ഒരു എമൗണ്ട് മേടിക്കുമ്പോൾ അവർക്ക് തോന്നില്ല ഇത്രയും വലിയൊരു എമൗണ്ട് ആണല്ലോ ചെയ്യുന്നത്. ഇവിടെ ലക്ഷങ്ങളും കൊടുത്തിട്ട് പഠിക്കാൻ പറ്റാത്ത ആളുണ്ട്, അത് നമ്മൾ പറയുന്നില്ല കേട്ടോ. ലക്ഷങ്ങൾ ചെയ്തൊരു ആളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങളൊരു 1000 രൂപ അടക്കി നിങ്ങൾ 10 ദിവസം ക്ലാസ് തരാം. എന്നിട്ട് നിങ്ങൾ കൺവിൻസ് ആവാണ്, നിങ്ങളുടെ ജാതകത്തിൽ തന്നെ നമുക്ക് ക്ലാസ് തരാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അടുത്ത 10 ദിവസത്തേക്ക് പേയ്മെൻറ്റ് അടക്കി, എന്നിട്ട് അടുത്ത 10 ദിവസം ക്ലാസ്, എന്നിട്ട് അടുത്ത 10 ദിവസം, അങ്ങനെ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് കൂടുതൽ, അപ്പോൾ ഇവർക്ക് തോന്നുന്നു ഈ പേയ്മെൻറ്റ് നഷ്ടപ്പെടില്ല എന്ന് തോന്നല്ലോ. തീർച്ചയായിട്ടും പേയ്മെൻറ്റ് കൊടുത്തന്നെ ക്ലാസ് കിട്ടി എന്നുള്ള സമാധാനം കിട്ടും. അപ്പോൾ അങ്ങനെയും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, അല്ലെങ്കിൽ വേണം നോക്കിയാൽ അപ്പോൾ ഒരു 1000 രൂപ മാത്രം നഷ്ടപ്പെടുന്നുള്ളൂ, അങ്ങനെ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയും ഒരു പ്ലാനിങ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളിവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇനി നക്ഷത്രങ്ങളെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.